2024 ഇന്ത്യയിലെ രണ്ട് മെട്രോപൊളിറ്റൻ ഏരിയ ഡൽഹി അതായത് ദേശീയ തലസ്ഥാന മേഖലയിലും മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണിലും പരിവർത്തന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന 5 മെഗാ പ്രൊജക്ടുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ പ്രൊജക്ടുകൾ ഒരിക്കൽ പ്രവർത്തനക്ഷമമായാൽ രാജ്യത്തിന്റെ നഗര അടിസ്ഥാന സൗകര്യ ഭൂപ്രകൃതിയിൽ വമ്പൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പ്രൊജക്ടിന് കഴിയും. അതിൽ ഒന്നാമത്തേതാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. കടലിന് മുകളിലൂടെ 21.8 കിലോമീറ്റർ നീളമുള്ള ഒരു അത്ഭുത റോഡ്, രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം, 6 പാത, 17,843 കോടി രൂപ ചിലവിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 22 കിലോമീറ്ററോളം നീളമുള്ള ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ്. ഒരു എഞ്ചിനീയറിംഗ് മെഗാ സ്ട്രക്ചർ ആണ് ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇത് മുംബൈ നഗരത്തെ നവി മുംബൈ നഗരവുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ദക്ഷിണ മുംബൈയിലെ സെവ്രിയിൽ നിന്ന് ആരംഭിച്ച് നവാഷെവയ്ക്ക് സമീപമുള്ള ചിർലയിൽ അവസാനിക്കും. 1962 MDHL ഈ കൂറ്റൻ കടൽപ്പാലം എന്ന ആശയം രൂപപ്പെട്ടത്. സൗത്ത് മുംബൈക്കും ചിർലയ്ക്കും ഇടയിലുള്ള യാത്രാ ദൂരത്തിൽ ഏകദേശം 30 കിലോമീറ്റർ കുറവുണ്ടാകും. ഏകദേശം 22 കിലോമീറ്റർ നീളമുള്ള ഈ പാലം നിലവിലെ 2 മണിക്കൂർ യാത്രയെ 15 മുതൽ 20 മിനിറ്റ് വരെ ആക്കി കുറയ്ക്കും. കടലിന് മുകളിലൂടെ 16.50 കിലോമീറ്ററും കരയിലൂടെ 5.5 കിലോമീറ്ററുമാണ് ഈ പാത കടന്നു പോകുന്നത്. കാറുകൾക്ക് ഏകദേശം 250 രൂപയാണ് ഇവിടുത്തെ ടോള്. 2024 മുതൽ 2053 വരെയുള്ള 30 വർഷത്തേക്കാണ് ടോൾ പിരിവ്. ആദ്യ 5 വർഷത്തെ ടോൾ പിരിവ് കണക്കിലെടുത്താകും തുടർന്നുള്ള തീരുമാനം. മിനി ബസ്സുകൾക്ക് 560 രൂപയും മൾട്ടി ആക്സിൽ ബസ്സുകൾക്ക് 1180 രൂപയും ചരക്കുകൾ എത്തിക്കുന്ന 3 ആക്സിൽ ട്രക്കുകൾക്ക് 1290 രൂപയും 4 അല്ലെങ്കിൽ 6 ആക്സിൽ വാഹനങ്ങൾക്ക് 1850 രൂപ, വലിപ്പമുള്ള വാഹനങ്ങൾക്ക് 2250 രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ് ഹാർബർ ലിങ്കിൽ പതിവായി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഇളവ് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നവി മുംബൈയുടെയും റായ്ഗഡ് ജില്ലയുടെയും സാമ്പത്തിക വികസനവും വരാനിരിക്കുന്ന നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളവുമായുള്ള വേഗത്തിലുള്ള കണക്ടിവിറ്റിയും ഈ പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ്. പൂർണ്ണമായി പ്രവർത്തനക്ഷമമായാൽ ഈ കടൽപ്പാലം മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയുടെ കണക്ടിവിറ്റിക്കും സാമ്പത്തിക വികസനത്തിനും വലിയ സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ പ്രൊജക്റ്റാണ് നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിൽ അതിമനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു എയർപോർട്ട്. 1160 ഏക്കറിൽ 16,700 കോടി രൂപ ചിലവിൽ വിമാനത്താവളം നിർമ്മിക്കുന്നത്. 2032 വിമാനത്താവളത്തിന് 2.5 ദശലക്ഷം ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമത്രേ. ഒരു നഗരത്തിന് 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഇതാദ്യമായിട്ടാണ്. തുടക്കത്തിൽ പ്രതിവർഷം 20 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ഈ വിമാനത്താവളത്തിന് ശേഷിയുണ്ടാകും. 3700 മീറ്റർ ആണ് ഇതിന്റെ റൺവേ. ഇതിൽ 2800 മീറ്റർ ഒരു കുന്ന് നിരപ്പാക്കിയ ശേഷം നിർമ്മിച്ചതാണ്. നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിനെ ലോകത്തിലെ ഏറ്റവും ഡിജിറ്റലൈസ്ഡ് എയർപോർട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അദാനി ഗ്രൂപ്പ്. 11.6 കിലോമീറ്റർ വിസ്തൃതിയിൽ ഇത് പരന്നു കിടക്കുന്നു. 2 റൺവേകൾ, 42 വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള 4 ടെർമിനലുകൾ, 5500 കാർ പാർക്കിങ്ങിനുള്ള സ്ഥലം, 22 കിലോമീറ്റർ നീളമുള്ള നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് വഴിയുള്ള കണക്ടിവിറ്റി എന്നിവയൊക്കെ ഈ എയർപോർട്ടിന്റെ മാത്രം പ്രത്യേകതകളാണ്. ഈ നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രൊജക്ട് ഒന്നിലധികം ഘട്ടങ്ങളിലായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഇതിന് പ്രതിവർഷം 60 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും പ്രതിവർഷം 8 ലക്ഷം ടൺ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും ഉണ്ടായിരിക്കും. അടുത്ത പ്രൊജക്ട് ആണ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട്. 2 റൺവേകൾ, 2 ടെർമിനലുകൾ, 2 ദശലക്ഷം ടൺ വരെ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി, 167 ഏക്കർ സ്ഥലത്ത് റിയൽ എസ്റ്റേറ്റ് വികസനം എന്നിവയുമാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ. 2024 ഒക്ടോബർ-ഡിസംബർ മാസത്തോടെ പ്രവർത്തനക്ഷമമാക്കാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ആദ്യഘട്ടം 1 പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകുകയും വികസനത്തിന് 4ാം ഘട്ടത്തിന്റെ അവസാനത്തോടെ 70 ദശലക്ഷം യാത്രക്കാരുടെ ശേഷിയിൽ എത്തുകയും ചെയ്യും. ഈ വിമാനത്താവളത്തിന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായിരിക്കും നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ഏകദേശം 5700 കോടി രൂപ മുതൽ മുടക്കിലാണ് ഇതിന്റെ നിർമ്മാണം. ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഗുണനിലവാരം, സുരക്ഷ, സുസ്ഥിരത എന്നീ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ നിർമ്മാണം. സ്വിസ് ഡെവലപ്പറായ സൂറിച്ച് എയർപോർട്ട് ഇന്റർനാഷണൽ AGയുടെ അനുബന്ധ സ്ഥാപനമാണ് യമുന ഇന്റർനാഷണൽ എയർപോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിനായി ഉത്തർപ്രദേശ് സർക്കാർ യമുന ഇന്റർനാഷണൽ എയർപോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി 2020 ഒക്ടോബർ 7 കരാറിലെത്തിയിരുന്നു. ഏകദേശം 1334 ഹെക്ടർ സ്ഥലത്താണ് ഈ വിമാനത്താവളം ഒരുങ്ങുന്നത്.
അടുത്ത പ്രൊജക്ട് ആണ് മുംബൈ മെട്രോ നെറ്റ്വർക്കിന്റെ അക്വാലൈൻ 3. മുംബൈ മെട്രോ നെറ്റ്വർക്കിന്റെ 33.5 കിലോമീറ്റർ നീളമുള്ള അക്വാലൈൻ 3 പൂർണ്ണമായും ഭൂഗർഭത്തിലാണ്. ഇന്ത്യ ഗവൺമെന്റും മഹാരാഷ്ട്ര സർക്കാരും തമ്മിലുള്ള സംയുക്ത സംരംഭമാണിത്. ഈ പദ്ധതിക്ക് ഏകദേശം 33,000 കോടി രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ജപ്പാന്റെ സാങ്കേതിക വായ്പ നൽകുന്ന ഏജൻസിയായ ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി അല്ലെങ്കിൽ JICA ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിന് ധനസഹായം ലഭിച്ചു. ഈ മെട്രോ ലൈൻ പ്രതിദിനം 16 ലക്ഷത്തിലധികം യാത്രക്കാർക്ക് സേവനം നൽകും. ഇത് വലിയ തിരക്കുള്ള നഗരത്തിലെ യാത്രാ സമയം കുറയ്ക്കും. ഇത് പൂർത്തിയാകുമ്പോൾ പൂർണ്ണമായി ഭൂഗർഭമായ നോർത്ത് സൗത്ത് മെട്രോ ഇടനാഴിക്ക് നഗരത്തിലെ പ്രശസ്തമായ സബർബൻ റെയിൽവേയുമായും മോണോറെയിലുമായും ബന്ധിപ്പിക്കുന്ന 27 സ്റ്റേഷനുകളും ഇന്റർചേഞ്ച് പോയിന്റുകളും നഗരത്തെ കിഴക്കു പടിഞ്ഞാറുമായി ബന്ധിപ്പിക്കുന്ന വൊർസോവ, അന്ധേരി, ഘാട്ട്കോപ്പർ, മെട്രോ 1 എന്നിവയുമായും ബന്ധിപ്പിക്കും. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത പ്രൊജക്ട് ആണ് മുംബൈ കോസ്റ്റൽ റോഡ്. മുംബൈ നഗരത്തിന്റെ പടിഞ്ഞാറൻ കടൽ തീരത്ത് നിലവിലുള്ള റോഡുകളുടെ തിരക്ക് കുറയ്ക്കുന്നതിനായി വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് മുംബൈ തീരദേശ റോഡ് പദ്ധതി. ഈ തീരദേശ റോഡ് പദ്ധതി 22.2 കിലോമീറ്റർ നീളമുള്ള ഒരു ഫ്രീവേ ആണ്. അത് മുംബൈയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കാണ്ടിവാലിയുടെ വടക്കൻ മേഖലയുമായി ബന്ധിപ്പിക്കും. ഈ തീരദേശ റോഡ് ഇപ്പോൾ നിർമ്മാണത്തിലാണ്. കോസ്റ്റ് റോഡ് പദ്ധതി 1,30,000-ലധികം പ്രതിദിന യാത്രക്കാരുടെ ദക്ഷിണ മുംബൈയിലേക്കുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്രാ സമയം 2 മണിക്കൂറിൽ നിന്ന് വെറും 40 മിനിറ്റായി കുറയ്ക്കും. 30,692 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1962 വിൽബർ സ്മിത്തും അസോസിയേറ്റ്സും ചേർന്ന് മുംബൈയിലെ ഗതാഗതത്തെ കുറിച്ചുള്ള പഠനത്തോടെയാണ് ഈ റോഡ് പദ്ധതിയുടെ പദ്ധതികൾ ആരംഭിച്ചത് തന്നെ. കാലക്രമേണ പദ്ധതി പതുക്കെ രൂപപ്പെടാൻ തുടങ്ങുകയായിരുന്നു. ഒടുവിൽ 2011 മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഈ പദ്ധതി ഉറപ്പിക്കുകയും 2012 തീരദേശ ഫ്രീവേ നിർമ്മിക്കാനുള്ള പഠനം ആരംഭിക്കുകയും ചെയ്തു. 2 ഭാഗങ്ങളായിട്ടാണ് ഈ പദ്ധതി പൂർത്തിയാക്കുക. ഈ മുംബൈ തീരദേശ റോഡ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം മറൈൻ ലൈനിലെ പ്രിൻസ് സ്ട്രീറ്റ് ഫ്ലൈ ഓവർ മുതൽ ബാന്ദ്ര വർലി സീ ലിങ്കിന്റെ വോർലി അവസാനം വരെയുള്ള 9.98 കിലോമീറ്റർ നീളമുള്ള ഭാഗമാണ്. ഈ ഒന്നാം ഘട്ടം 2024 ആദ്യ പകുതിയിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തീരദേശ റോഡ് പദ്ധതിയിൽ ഭൂമി നികത്തൽ, തുരങ്കങ്ങൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണവും ഇന്റർചേഞ്ചുകളും ഉൾപ്പെടുന്ന വെല്ലുവിളി നിറഞ്ഞ എഞ്ചിനീയറിംഗ് ജോലികളുമുണ്ട്. ഈ റോഡ് വരുന്നതോടുകൂടി മുംബൈയിലെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ യാത്രാ സമയം കുറയ്ക്കുന്നു. മുംബൈ തീരദേശ റോഡ് പദ്ധതി മുംബൈയിലെ പ്രധാന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇത് ആളുകൾക്ക് യാത്ര ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. മുംബൈയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി 29.2 കിലോമീറ്റർ ഇത് യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുന്നു, പ്രത്യേകിച്ചും തിരക്കുള്ള സമയങ്ങളിൽ. രണ്ടാമത്തെ നേട്ടമാണ് വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നത്. ഉയർന്ന വായു മലിനീകരണത്തിന് പേരുകേട്ട മുംബൈ നഗരവാസികളുടെ ആരോഗ്യത്തിൽ ഒരു പ്രധാന ആശങ്ക തന്നെയുണ്ട്. തീരദേശ റോഡ് പദ്ധതി നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുകയും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തേത് റിയൽ എസ്റ്റേറ്റ് വർദ്ധിപ്പിക്കുന്നു. തീരദേശ റോഡ് പദ്ധതി മുംബൈയുടെ തീരപ്രദേശങ്ങളിൽ റിയൽ എസ്റ്റേറ്റിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീരദേശ പദ്ധതി ഇതിനകം തന്നെ തീരദേശ പാതയിലെ പദ്ധതികളിൽ നിക്ഷേപം നടത്തുന്ന പ്രധാന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരെ ആകർഷിച്ചിട്ടുണ്ട്. നാലാമത്തേതാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. പദ്ധതി നിർമ്മാണ മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അതുവഴി ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.